അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ യാത്ര നൈനിറ്റാളിൽ എത്തി നിൽക്കുകയാണ്. ഉത്തരാഖണ്ഡില് ഇവിടുത്തെ നൈനിറ്റാളിന്റെ രാത്രി മനോഹര കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത ദിവസം അതിരാവിലെ അൽമോറയിലേക്കുള്ള യാത്രയാണ്. എവർക്കും അറിയാവുന്ന പോലെ അൽമോറ എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെ നിന്ന് നമുക്ക് ഹിമാലയത്തിന്റെ വിവിധ ഭാഗങ്ങൾ ദൂരെ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എൻ്റെ യാത്രയുടെ തയ്യാറെടുപ്പുകളാണ് അതിരാവിലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 8 മണിയൊക്കെ ആവുമ്പോൾ പുറപ്പെടണം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് യാത്ര തിരിച്ച് അൽമോറയിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. നൈനിറ്റാളിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഈ പറയുന്ന അതിമനോഹരമായ പർവ്വതങ്ങളുടെ നാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അവിടെ നിന്ന് ഏകദേശം ഹിമാലയത്തിന്റെ ബോട്ടം വരെ 7.5 മണിക്കൂർ യാത്ര ചെയ്ത് എത്തിച്ചേരാവുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സാജറേഷനിലാണ് രാവിലെ ഉറക്കമെണീറ്റത് തന്നെ. രാവിലെ ഉറക്കമെണീറ്റ് നൈനിറ്റാളിനെ ഒന്നും കൂടെ ചുറ്റി നടന്ന് കണ്ട് വീണ്ടും അതിന്റെ നൈനിറ്റാൾ നദിയെ ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വീണ്ടും കുറച്ച് ചിത്രങ്ങളൊക്കെ ചിത്രീകരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ചൂടുകാപ്പിയൊക്കെ കുടിച്ച് അൽമോറയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഒരു കണ്ടോൺമെന്റ് പട്ടണമാണ് അൽമോറ. ഇത് അൽമോറ ജില്ലയിൽ പെടുന്ന പട്ടണമാണ്. 1568 അൽമോറ കണ്ടുപിടിക്കുന്നത്. വളരെയധികം സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ് ഇത്. ഉത്തരാഖണ്ഡിലെ സംസ്ഥാനത്തിലെ ഹുമയൂൺ ഭാഗത്തെ സാംസ്കാരിക കേന്ദ്രമായ അൽമോറയെ കണക്കാക്കുന്നു. അൽമോറ സ്ഥിതി ചെയ്യുന്നത് അംശരേഖയിലാണ്. ഹിമാലയ പർവ്വതങ്ങളുടെ ഭാഗമായ ഹുമയൂൺ മലനിരകളുടെ തെക്കേ അറ്റത്തായിട്ടാണ് അൽമോറ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അൽമോറയുടെ ചുറ്റുവട്ടത്തും നിബിഡ വനങ്ങൾ കൂടുതലും പൈൻ മരങ്ങളാണ് കണ്ടുവരുന്നത്. നിങ്ങൾക്ക് അറിയാം, അവിടെ GP പന്ത് ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ ഒട്ടനവധി റിസർച്ച് സ്ഥാപനങ്ങളുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് അൽമോറ എന്ന് പറയുന്നത്. എൻ്റെ യാത്ര രാവിലെ തന്നെ അൽമോറയിലേക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിലൂടെ അൽമോറയിലോട്ട് മെയിനായിട്ട് ഒഴുകുന്ന ഒരു നദി, കോസി നദി അൽമോറയുടെ അരികിലൂടെ ഒഴുകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മഞ്ഞുമൂടി കിടക്കുന്ന ഹിമാലയ പർവ്വത നിരകൾ അൽമോറയിൽ നിന്നും കാണുമ്പോൾ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. 2001 കാനേശ്വരമായ പ്രകാരം ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. 53% പുരുഷന്മാരും 46% സ്ത്രീകളും ഒക്കെ വസിക്കുന്ന ഒരു നല്ല ഒരു ഹിമാലയൻ ഹൈ റേഞ്ച് തന്നെയാണ്. കൂടാതെ ഇവിടെ കുറെ അമ്പലങ്ങളുണ്ട് അൽമോറയിൽ ഒരുപാട് ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഇതിൽ പ്രധാന ചില ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കാസർ ദേവി ടെമ്പിളാണ്. അത് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുകൂടാതെ ബനാരി ദേവി ടെമ്പിളുണ്ട്. ചീത്തെ, ജഗേശ്വർ, രുദ്രേശ്വർ മഹാദേവ് അമ്പലം തുടങ്ങിയ അമ്പലങ്ങൾ ഇവിടെ മറ്റും കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ അൽമോറയുടെ ഭരണകൂടം എന്ന് പറയുന്നത് ഇപ്പോൾ ജില്ലയിലെ ഭരണകൂടം നടത്തുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് തന്നെയാണ്. ഈ വഴിവക്കിൽ കാണുന്ന അൽമോറയിലൂടെ യാത്രയിൽ കണ്ട ഒരു ഹനുമാൻ ക്ഷേത്രമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അതിമനോഹരമായി മഞ്ഞുമൂടിയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം നല്ല ഉയരത്തിലുള്ള ഒരു ഹനുമാൻ പ്രതിമയാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഉത്തരാഖണ്ഡിൽ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഹൽദ്വാനിയിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നൈനിറ്റാളിൽ എത്തിച്ചേരാം. നൈനിറ്റാളിന്റെ പ്രകൃതി മനോഹരമായ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം അവിടെ നിന്ന് യാത്ര തുടങ്ങി ഏകദേശം 60 കിലോമീറ്ററോളം യാത്ര തുടർന്ന് നിങ്ങൾക്ക് ഈ സ്വർഗതുല്യമായ അൽമോറയിലേക്കുള്ള പാതകൾ വളരെയധികം ആസ്വദിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പൈൻ മരങ്ങളും മറ്റു മരങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അങ്ങനെ നല്ല ഒരു അനുഭൂതി മനസ്സിനും
ശരീരത്തിനുമൊക്കെ വളരെ നല്ലൊരു പോസിറ്റീവ്നെസ് കിട്ടുന്ന ഒരു അനുഭൂതി നൽകുന്ന സ്ഥലം കൂടിയാണ്. അതുകൂടാതെ നമ്മൾ അൽമോറയിൽ എത്തിച്ചേർന്നാൽ തീർച്ചയായും നമുക്ക് ഇതുപോലെയുള്ള പർവ്വതനിരകൾ കാണാൻ സാധിക്കും. ഇതിലും നല്ല രീതിയിലുള്ള അവിടെ നിന്ന് കേസർ ദേവി അമ്പലത്തിന്റെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങകലെ തീർച്ചയായും നമുക്ക് ഹിമാലയത്തിന്റെ പർവ്വതനിരകൾ ഏകദേശം 3 പർവ്വതനിരകളോളം നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമാണ് തീർച്ചയായും ഈ ഒരു യാത്ര. അപ്പോൾ അൽമോറ വരുന്ന നൈനിറ്റാൾ വരുന്ന എല്ലാ വിനോദസഞ്ചാരികളും ഈ അൽമോറയും കൂടി സഞ്ചരിച്ച് കണ്ട് മടങ്ങുക എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ചാനൽ activeb7886 എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.